നമസ്കാരം. കേരള രാഷ്ട്രീയം ഇന്ന് വല്ലാണ്ട് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിലോട്ടാണ്. ഇപ്പോൾ ഇന്ന് രാവിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് അർജുൻ ആയങ്കി പോലീസിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലെയും വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തുന്നു. അതിനെതിരെ വീണ്ടും പോലീസ് കേസെടുക്കുന്നു. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരാമർശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുറകോട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലും ഈ പറഞ്ഞ പോലെ പരിധിയിൽ വിട്ട സ്വർണ്ണമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അർജുൻ ആയങ്കി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇടപാടുകൾ നടത്താറുള്ളത് എന്നുള്ള തരത്തിലെല്ലാം മുഖ്യധാര മാധ്യമങ്ങളെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പലതരത്തിൽ കേസുകളുണ്ട്. ഒരു കേസിൽ 5 വർഷം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലെല്ലാം ഇന്നും മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആരാണ് അർജുൻ ആയങ്കി എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒന്നാണ്. അപ്പം അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലെയും പരസ്യമായി കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു തുടർക്കഥ എന്ന് പറയുന്നത് കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കളയുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹത്തോട് പോലീസ് ഈ പറഞ്ഞ പോലെ കോടതിയിൽ വന്ന് ഹാജരാകാൻ പറയുന്നു. അദ്ദേഹം കീഴടങ്ങാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഇത്തരത്തിലാണ് എന്നോട് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കീഴടങ്ങില്ല, നീ പറ്റുമെങ്കിൽ പിടിക്ക്, ജാമ്യം കിട്ടിയിട്ടേ ഞാൻ വരുള്ളൂ എന്നുള്ള തരത്തിൽ അദ്ദേഹം പരസ്യമായി പോലീസിനെ വെല്ലുവിളിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ കേസിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ പിന്നീട് പോലീസ് ഇദ്ദേഹത്തെ തെരഞ്ഞിറങ്ങുന്നു. ആഭ്യന്തരമന്ത്രിയോട് വാർത്താമാധ്യമങ്ങൾ ചോദിക്കുന്നു ഈ വിഷയം ബന്ധപ്പെട്ട അർജുൻ ആയങ്കി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു കാണാം എന്താ ഉണ്ടാകുമെന്നുള്ളത് എന്ന് പറയുന്നു. അതിന് മറുപടിയായി അർജുൻ ആയങ്കി വീണ്ടും രംഗത്ത് വരുന്നു. അർജുൻ ആയങ്കി പറഞ്ഞത് കാണാനൊന്നുമില്ല, ഇത്തരത്തിലാണ് അദ്ദേഹം പരസ്യമായി പറയുന്നത്. തനിക്കെതിരെയുള്ള കേസുകളെല്ലാം കള്ളക്കേസുകളാണ് എന്നുള്ളതും യഥാർത്ഥ പ്രതി ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പോലീസാണെന്നുള്ളതും പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ പിടിക്കുക, അവർക്കെതിരെ നടപടിയെടുക്കുക, അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വക ഒരു പൊന്നാടയും ഒരു ഉമ്മയും തരും എന്നാണ് അർജുൻ ആയങ്കി രമേശ് ചെന്നിത്തല കൊടുത്ത ഓഫർ. അത് രമേശ് ചെന്നിത്തല ചൊടിപ്പിച്ചു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ചെന്നിത്തല കൃത്യമായി പോലീസിന് ഉപദേശം കൊടുക്കുന്നു. അദ്ദേഹത്തെ തെരഞ്ഞ് പോലീസ് വീണ്ടും പരസ്യമായി രംഗത്തിറങ്ങുന്നു. അതിനുശേഷം വീണ്ടും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനെതിരെ പറയുന്നു. അദ്ദേഹം വീണ്ടും ആയങ്കി വീണ്ടും അദ്ദേഹത്തിനെതിരെ രമേശ് ചെന്നിത്തലക്കെതിരെ പറയുന്നു. അതിനിടയിൽ മുഖ്യമന്ത്രിയെയും പരാമർശിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായിട്ട് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞുകൂടി ഇന്ന് വീണ്ടും കേസെടുക്കുന്നു. തൃശ്ശൂർ പാലക്കാട് ബോർഡറിൽ ഇന്നലെ അദ്ദേഹം ഏതൊരു ടോളിൻ്റെ ഇടയിൽ പെടുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ CCTVയിൽ പ്രത്യക്ഷമാവുകയും മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാവരും അദ്ദേഹം തൃശ്ശൂരിലുണ്ട് എന്നുള്ള തരത്തിൽ വരുന്നു. പിന്നീട് അങ്ങോട്ട് തൃശ്ശൂരിൽ കേരള പോലീസിൻ്റെ വിളയാട്ടമായിരുന്നു. പല സ്ഥലങ്ങളിലും കേരള പോലീസ് പോയി അന്വേഷിക്കുന്നു. അതിനിടയിൽ പാലക്കാട്ടോട് കടന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് പാലക്കാട് അന്വേഷണം. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന അർജുൻ ആയങ്കിയുടെ കൂട്ടുകാരനും ഷുഹൈബ് വധക്കേസിലെ പ്രതിയുമായ ആകാശ് തില്ലങ്കേരി പരസ്യമായി സപ്പോർട്ടുമായി രംഗത്തെത്തി എന്നുള്ളതാണ്. പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചതിൽ അദ്ദേഹം പരസ്യമായി വിയോജിപ്പ് അർജുൻ ആയങ്കിയോട് രേഖപ്പെടുത്തിയെന്നുണ്ടെങ്കിലും കള്ളക്കേസിൽ അർജുനൊപ്പം തന്നെയാണ് എന്നുള്ളത് അദ്ദേഹം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നൊരു കാര്യം, വെടിവെച്ച് കൊല്ലാനാണ് നിങ്ങളുടെ പ്രഭാവമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടെങ്കിൽ അത് UPയിലും ബീഹാറിലൊക്കെ നടക്കുള്ളൂ, ഇത് കേരളമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് അദ്ദേഹം കേരള ഗവൺമെന്റിനും അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വാക്കിന് തോക്കാണ് മറുപടിയെങ്കിൽ തോക്കുകൾ തികയാതെ വരും എന്നുള്ളത് കൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ കേരള പോലീസും അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കാര്യത്തിൽ നിന്ന് ഒരു പ്രസ്താവന വരുമ്പോൾ അതിന് ആ സ്പോട്ടിൽ മറുപടിയായി അദ്ദേഹം വരുന്നുണ്ട്, പറ്റുമെങ്കിൽ പിടിക്ക് എന്നുള്ള തരത്തിൽ. പക്ഷേ അദ്ദേഹം എവിടെയാണെന്ന് ഇപ്പോഴും കേരള പോലീസിൽ ഈ പറഞ്ഞ പോലെ കേരളം അടക്കി വാഴുന്ന ആഭ്യന്തര വകുപ്പിന് പോലും ഇപ്പോഴും അറിയുന്നില്ല എവിടെയാണ് ഈ പറയപ്പെട്ട പോലെ അർജുൻ ആയങ്കി എന്നുള്ളത്. അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വെറും ചർച്ചാ വിഷയമാകും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കീറാമുട്ടിയായിട്ടുണ്ട്. കാരണം നിരന്തരം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായി മുമ്പോട്ട് വരുന്നു. അടിക്കടി വാർത്തയിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗവൺമെൻറ്റിനെതിരെ പരസ്യമായി വെല്ലുവിളിക്കുന്നു, പറ്റുമെങ്കിൽ പിടിക്കുമെന്ന് പറയുന്നു. അതിനിടയിൽ ഗവൺമെൻറ് തന്നെ ഇത്തരത്തിൽ ഡേഞ്ചറായ സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ വെടിവെക്കാൻ വരെ ഷൂട്ട് അറ്റ് ദ സൈറ്റ് എന്നുള്ള രീതിയിൽ ഉത്തരവിടുന്നു. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഗവൺമെൻറ് ഇത്തരത്തിലൊരു ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തത് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും തരത്തിൽ അക്രമം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കീഴടക്കുക എന്നുള്ളൊരു ഭാഗം എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സാധനം വെച്ചത്. അതിനർത്ഥം കൊല്ലാൻ ഉത്തരവിട്ടു എന്നുള്ളതല്ല. പക്ഷേ ഗവൺമെൻറ്റിന് അറിയാം ഇതൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് എന്നുള്ളതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എന്നെ തീവ്രവാദിയാക്കിയത് സിസ്റ്റമാണ് എന്നുള്ളത് അദ്ദേഹം പരസ്യമായി ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞായിരുന്നു.
താനൊരു സിസ്റ്റം തന്നെ രൂപീകരിച്ച് ഇങ്ങനെ ആക്കിയപ്പെട്ടതാണ്, അല്ലാതെ താൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ആളാവാൻ ഉദ്ദേശിച്ചാൽ ഈ സിസ്റ്റമാണ് തന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയപ്പെടുന്നു. നമ്മളിതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 മുതലാണ് 18 മുതലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം പിന്നീട് കേരളം ഭരിച്ച 10 വർഷം ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയായ CPM ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ഗവൺമെൻറ് അകത്തു നിന്നും ഗവൺമെൻറ് പുറത്തു നിന്നും ആഭ്യന്തര വകുപ്പ് എല്ലാം ചെയ്തു കൊടുത്തായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിലുള്ള പരസ്യ പോർവിളികളും വെല്ലുവിളികളുമായി മുമ്പോട്ട് വന്നിരുന്നത്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ ആയങ്കി, അതായത് അർജുന ആയങ്കി പോലീസിന് കിട്ടുമോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പോലീസിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഏകദേശം 9:45 എന്തായാലും കേരള പോലീസ് ഉറക്കമൊഴിച്ച് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പാലക്കാടും തൃശ്ശൂരെല്ലാം കൃത്യമായി വല വിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എവിടെ പോയാലും കേരളത്തിലെ 14 ജില്ലകൾക്കുള്ളിൽ തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. ഇട്ടാവട്ടത്ത് തന്നെയാണ്, അതുകൊണ്ട് പിടിക്കും എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് കേരള പോലീസും. മുഖ്യമന്ത്രിയെ കൂടി അവഹേളിച്ച് രംഗത്ത് വന്നതോടുകൂടി ഇത് വീണ്ടും കേസാകുന്നു. എന്തായാലും അർജുനായങ്കിയെ കൊണ്ട് പോലീസ് അടങ്ങൂ എന്നുള്ള രീതിയിലോട്ട് വരുന്നു. അതിനിടയിലാണ് ഈ പറഞ്ഞ പോലെ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി രംഗത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും പോലീസിൻ്റെ നിലപാട് അല്ലെങ്കിൽ പോലീസിൻ്റെ മറുപടി എന്നുള്ളത്.